ഹലോ. അപ്പോൾ നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ കണ്ടു. പടം ഭയങ്കര ഒരു ഫീലാണ്. സംഭവം ഒരു വാം ആൻഡ് റിലാക്സിങ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാരുടെ റിലേഷൻഷിപ്സിനെയും ക്യാരക്ടേഴ്സിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണ ഒരു മൂവി. ക്യാരക്ടേഴ്സ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം അസോസിയേറ്റ്സ് ടു ദ റിയാലിറ്റി. നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ഇൻറ്റൻസ് മൂവി പ്രതീക്ഷിച്ചാൽ പോയേ. പക്ഷേ അവസാനം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ മൈ ഹാർട്ട് ഈസ് ഫുൾ. സോ പടം മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റിലേഷൻഷിപ്സ് ആണ്. മെയിൻലി ഇങ്ങനെ കുറേ സ്കാർഡ് റിലേഷൻഷിപ്സ്, പിന്നെ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ന്യൂ വൺസ്, ആൻഡ് ദെൻ ദർസ് ലൈക്ക് ഇവോൾവിങ് വൺസ്, ദർസ് ചേഞ്ചസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ഫിലിം. സോ അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഡ്യൂറിങ് ദ ടൈം, അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഓവറോൾ ഫീൽ ചെയ്തത്. പിന്നെ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ പടത്തിൻ്റെ താങ്ക് യു കാർഡ് തൊട്ട് നമ്മളിങ്ങനെ സ്ലോലി ബാക്ക്ഗ്രൗണ്ട് വോയിസസ് ഒക്കെ കേട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കണതെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പതുക്കെ സ്ലോലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ വേൾഡ്. എന്നിട്ട് നമുക്ക് പതുക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്ത് അവർ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഇൻസ്റ്റൻസേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓർഗാനിക്കായിട്ട് എല്ലാവരെക്കുറിച്ചും എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ച് സ്ലോലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അതെനിക്ക് ഭയങ്കര അടിപൊളി ഫീലായിട്ട് തോന്നി. ബേസിക്കലി പടത്തിൻ്റെ പ്ലോട്ട് ട്രെയിലറിൽ നിന്നും ഏകദേശം മനസ്സിലാവും നമുക്ക്. 3 ബ്രദേഴ്സ് ഒരു ഇവൻറ്റ് കാരണം വീണ്ടും തിരിച്ച് മീറ്റ് ചെയ്യാണ് ആൻഡ് ദേ ആർ ലിവിങ് ടുഗെദർ. സോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അതിൽ കൂടെ ആ സമയത്ത് ഉണ്ടാവുന്ന ചാലഞ്ചസും പിന്നെ പണ്ടത്തെ എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്താണ് മൂവി മുന്നോട്ട് പോണത്. പിന്നെ പെർഫോമൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 മെയിൻ ലീഡ്സ് തന്നെ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അവരുടെ ലെവൽ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് ഓവർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാതെ എനിക്ക് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു അല്ലാത്ത കുറേ ക്യാരക്ടേഴ്സ്. ഇതിൽ 2 യങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആതിര ആൻഡ് നിഖിൽ പ്ലേ ചെയ്തേക്കണവർ. ഐ ബിലീവ് ഇറ്റ്സ് ഗാർഗി ആനന്ദൻ ആൻഡ് തോമസ് മാത്യു. സോ അവർ ഭയങ്കര നൈസായിരുന്നു. അവരെനിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഉള്ളിൽ കൂടെ പോണേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഇവൻറ്റ്സ്, അതൊന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് അവരുടെ ഒരു വൈബ് എന്താണെന്നൊരു ഫീൽ കിട്ടും. അത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ നൈസായിട്ട് കൺവേ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നി. ഞാൻ ആക്ച്വലി അവരെക്കുറിച്ച് വായിച്ചു വന്നപ്പോഴാണ് ഈ തോമസ് മാത്യു ഈസ് ദ ബ്രോ ഫ്രം ആനന്ദം. ഐ ഡെൻറ്റ് ഇവൻ നോ, ലൈക്ക് ഐ കുഡൻറ്റ് മേക്ക് ദാറ്റ് കണക്ഷൻ. സോ ഐ വാസ് ലൈക്ക് ഓ അടിപൊളി. പിന്നെ ഓഫ് കോഴ്സ് അലൻസിയർ, ജോജു, സുരാജ്, ഇവർ 3 പേരും അടിപൊളി പെർഫോമൻസ് ആണല്ലോ. സോ അത് നമ്മൾ പടത്തിൽ കാണുമ്പോൾ ചില സീൻസൊക്കെ നമുക്ക് ഇവരുടെ പഴയ ഒരു എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ പഴയ ക്യാരക്ടേഴ്സിലെ കുറച്ച് ട്രെയ്റ്റ്സ് ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ പടത്തിൽ അത് പെർഫെക്റ്റ് ആണ്. ഈ പടത്തിലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഇടയിൽ കൂടെ ആ ട്രെയ്റ്റ്സും ആ എക്സ്പ്രഷൻസൊക്കെ വരുന്നത് ഇറ്റ് ഈസ് ആപ്റ്റ് ഫോർ ദിസ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. ഈവൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ വൈഫായിട്ട് വരുന്നവരുണ്ട്. സജിത മഠത്തിൽ, പുള്ളിക്കാരനെ എനിക്ക് ഫസ്റ്റ് പറയുമ്പോഴും ഓർമ്മ വരുന്നത് ഷട്ടറാണ്. ഷട്ടറിലെ ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരനെ കണ്ട് ഓ വാവ് എന്ന് എനിക്ക് തോന്നിയ ക്യാരക്ടർ. സോ പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഷെല്ലി കിഷോർ, ഷീ ഐ റിമെമ്പർ ഫ്രം മിന്നൽ മുരളി. ഷീസ് പ്ലേയിങ് സുരാജ് ഏട്ടൻ്റെ വൈഫായിട്ട്. പുള്ളിക്കാരിയും ഇങ്ങനെ നൈസ്. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ആ റിയലിസ്റ്റിക് ആ ഫീൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് സംഭവങ്ങളെന്നൊന്നും പറയാൻ ഉള്ള ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദേ ആർ സോ നൈസ്. അങ്ങനെ പിന്നെ അല്ലാതെ വരുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും അതിനകത്തൊരു ചെറിയ ഫൺ എലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ആതിര എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഫ്രണ്ട് ആൻഡ് ഹെർ ബോയ് ഫ്രണ്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ആ ക്യാരക്ടർ വാസ് സോ ഫണി. അവളുടെ കുറേ ഡയലോഗ്സൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഈ പടം കുറച്ചും കൂടെ ഒരു റിലാക്സ് ആ ഒരു മൂഡിൽ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ ക്യാരക്ടർ ഇങ്ങനെ വന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് വാസ് ഫൺ പാർട്ട് ഫോർ മീ. ഞാൻ പടം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ട്രാക്ക് വരും. ഒരു ഭയങ്കര നൈസ് ഒരു ട്രാക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇതാരാ, മ്യൂസിക് ആരാ? ഞാനിനി ടൈറ്റിൽസിൽ മിസ്സായോ എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ പോയിട്ട് ഗൂഗിൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് പടത്തിൻ്റെ ടൈറ്റിൽസ് വന്നിട്ടില്ല. ആദ്യത്തെ താങ്ക് യു കാർഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നോയ്സസ് ഒക്കെ കേട്ട് പിന്നെ ഫസ്റ്റ് തൊട്ട് സീൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഐ ഡിഡ്ന്റ് ഈവൻ നോട്ടീസ് ടൈറ്റിൽസ് വന്നില്ല എന്ന്. സോ ടൈറ്റിൽസ് വന്ന് പതുക്കെ ഇങ്ങനെ സ്ലോലിയാണ് മൂവ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു ഓക്കെ ഐ നീഡ് ടു സീ ഹൂ ഇസ് ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് വാസ് രാഹുൽ രാജ് ബ്രോ. ഞാൻ ഈ ഇടയ്ക്ക് അധികം സോങ്സ് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇറ്റ്സ് ലൈക്ക് വി കൈൻഡ് ഓഫ് മിസ് എന്നുള്ളൊരു ഫീൽ വന്ന പോലെ തോന്നി.
ഇറ്റ് വാസ് സോ നൈസ് മ്യൂസിക് ഓവറോൾ. ഒന്നും ഭയങ്കര ജങ്കൻ മ്യൂസിക് ആയിട്ടൊന്നുമല്ല. 1-2 ഇൻസ്റ്റൻസസിൽ എനിക്ക് ഇച്ചിരി എക്സ്ട്രാ വാഗൻറ്റ് ഫോർ ദ മൂവി ഭയങ്കര സിമ്പിൾ മൂവി ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വാഗൻറ്റ് ഫോർ ദ മൂവി എന്നുള്ള ഫീൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് തോന്നി. അതൊഴിച്ചാൽ നൈസ് ആൻഡ് ഭയങ്കര അടിപൊളി മ്യൂസിക്. ഈവൻ ക്യാമറ വർക്ക് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ആ ഒരു റിയലിസ്റ്റിക് ഫീലിനെ നമുക്ക് കൺവേ ചെയ്യാനായിട്ടാണ് നോക്കിയേക്കണേ. ഒന്നും നമുക്ക് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളില്ല. കുറേ നൈസ് നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ കവർ ചെയ്യുന്ന കുറേ നൈസ് സീൻസ് ഉണ്ട്. ഈവൻ അവിടുത്തെ ഒരു കുളത്തിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്നതും പിന്നെ നാട്ടിലെ ചെറിയ പുഴക്കടവുകൾ പോലത്തെ സംഭവങ്ങളും പിന്നെ ഇതിലൊരു പോർഷൻ ഒരു പഴയ കാലത്തെ കാണിച്ചുകൊണ്ടുള്ളൊരു പോർഷനൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ ചെറിയ പഴയ എലമെൻസിനെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഫീൽ കൊണ്ടിരുന്ന് അങ്ങനത്തെ നൈസായിട്ട് ഈവൻ എല്ലാം ഒരു റിയൽ ലൊക്കേഷൻസിലാണ് ഷൂട്ട് ചെയ്തേക്കണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയതാണ്. എല്ലാം ആ ഒരു റിയൽ ലൊക്കേഷനിൽ അത്രയും ഓർഗാനിക്കായിട്ട് നമ്മൾ നിൽക്കുന്ന പോലത്തെ ഫീലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കണേ. നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ വരും. അങ്ങനെ ഒരു സംഭവം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓൾസോ ഈ പടത്തിൽ അവർ കുറേ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ഇൻസിഡൻസിൻ്റെ ബേസിലും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിലൊക്കെ കൂടി കുറേ നമുക്ക് തോട്ട്സ് വരുന്നുണ്ട്. ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് ആക്ച്വലി, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയായിരിക്കും, ഇപ്പോഴത്തെ പുതിയ യങ് ജനറേഷൻ എങ്ങനെയൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരെ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ മാറ്റേഴ്സിനെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര സംഭവമായിട്ട് നമ്മളെ കാണിക്കുകയല്ല. എല്ലാം ഇവർ ഈ പറയുന്ന കാര്യങ്ങളുടെ ഇടയിൽ കൂടെയും അല്ലെങ്കിൽ നടക്കുന്ന ഇൻസിഡൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ചെറിയ 1-2 ഡയലോഗ് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തോന്നുന്ന ടൈപ്പ് കുറേ ഡയലോഗുകളും കുറേ ഇൻസ്റ്റൻസസ് ഒക്കെ പടത്തിലുള്ളതായിട്ട് തോന്നി. ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ഇൻറ്റൻസ് മൂവി ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച ട്രെയിലർ കണ്ടപ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കര ഒരു ബ്രീസി ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 1-2 ടെൻസ് സീൻസൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഭയങ്കര എക്സാജറേറ്റഡ് അല്ല. ഓവറോൾ ആ പടത്തിൻ്റെ ഫീൽ കൊണ്ടുവരാൻ ഡയറക്ടർ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഡയറക്ടർ ഐ ബിലീവ് ഇസ് ശരൺ വേണുഗോപാൽ and I think this is his directorial debut. He has done ഒരു നാഷണൽ അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിം എന്നാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. But this is his first film, feature film. So a great start I would say. ഭയങ്കര അടിപൊളി. നമുക്കൊരു പടത്തിൽ നിന്ന് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ആ ഫീല് നമുക്ക് എന്തായാലും ഈ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. സോ കൂൾ ഡെബ്യൂ. ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ടത് ബെറ്ററായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ വേൾഡിലോട്ട് ഇൻവെസ്റ്റഡ് ആവണം, എന്നാലാണ് ഈ പടത്തിൻ്റെ ആ ഫീല് നമുക്ക് കിട്ടുള്ളൂ. സോ എനിക്ക് തോന്നിയത് ഞാൻ തിയേറ്ററിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇൻവോൾവ് ആവാനൊക്കെ പറ്റിയത്. വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ മേ ബി പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിർത്തി പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഫീൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ മൊത്തത്തിൽ ഒരു വാം മൂവി വിച്ച് ഗിവ്സ് യു സോ മെനി തിങ്സ് ടു തിങ്ക് അബൌട്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ watching it to explore different characters, different relationships, and ഇതെല്ലാം കണ്ടുകൊണ്ട് അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് ഗെറ്റിംഗ് ടെൻസ്ഡ്, യു ആർ ജസ്റ്റ് ഇൻ എ റിലാക്സ് മോഡ്. അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു നൈസ് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.